അപ്പൊ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ മൂവ്മെന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. മൂവ്മെന്റ് ഒക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഫ്ലെക്ഷൻ എന്താണ്, എക്സ്റ്റൻഷൻ എന്താണ്, അബ്ഡക്ഷൻ, അഡക്ഷൻ, മീഡിയൽ റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ, ഫിംഗേഴ്സിന്റെ അഡക്ഷൻ, അബ്ഡക്ഷൻ, സർക്കംഡക്ഷൻ, ഇൻവേർഷൻ, ഇവേർഷൻ ഒക്കെ. ആ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടിരുന്നോ? കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ അത്? ഒന്നുകൂടി കാണിക്കേണ്ടതുണ്ടോ അതോ? വീഡിയോ മുഴുവൻ കാണാൻ പറ്റിയില്ല മാം. പറ്റിയില്ലല്ലേ? ഇല്ല, ഓക്കെ ഇടയിൽ സ്റ്റക്കായി. ഓക്കെ, അപ്പൊ അത് ഒന്നും കൂടി കണ്ടിട്ട് ഈ പോർഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് ഏതാണ് മൂവ്മെന്റ്? കേൾക്കുന്നില്ല. ഫ്ലക്ഷൻ. ഫ്ലക്ഷൻ. ഓക്കെ, ഇത് ഏതാണ്? എക്സ്റ്റൻഷൻ. ഓക്കെ, എക്സ്റ്റൻഷൻ. ഇത് ഏതാണ്? കാണുന്നുണ്ടല്ലോ എല്ലാം? ഷോൾഡറിന്റെ ഫ്ലെക്ഷൻ. ഓക്കെ, ഇത് ഏതാണ്? ഷോൾഡറിന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, ഷോൾഡറിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഇത് ഏതാണ് മൂവ്മെന്റ്? റിസ്റ്റിന്റെ ഫ്ലെക്ഷൻ. ഫ്ലക്ഷൻ. റിസ്റ്റിന്റെ ഫ്ലെക്ഷൻ. ഇതോ? റിസ്റ്റിന്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, റിസ്റ്റിന്റെ എക്സ്റ്റൻഷൻ. ഇത് ഏതാണ്? ഫിംഗേഴ്സിന്റെ ഫ്ലക്ഷൻ. ഫിംഗേഴ്സിന്റെ ഫ്ലെക്ഷൻ. ഓക്കെ, ഫിംഗേഴ്സിന്റെ ഫ്ലെക്ഷൻ. ഇത് ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സ്, ഫിംഗേഴ്സിന്റെ അറ്റത്തോട്ട് വരുന്നത്, അതിന്റെ ഫ്ലെക്ഷൻ ആണ് ലാസ്റ്റ് കണ്ടത്. ഇത് ഏതാണ് മൂവ്മെന്റ് ഇപ്പൊ കാണുന്നത്? അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ. ഇത് അഡക്ഷൻ. അഡക്ഷൻ. ഇത് ഏതാണ് മൂവ്മെന്റ്? ഫിംഗേഴ്സിന്റെ അബ്ഡക്ഷൻ. ഫിംഗേഴ്സിന്റെ അബ്ഡക്ഷൻ. ഇത് ഏതാണ്? ഫിംഗേഴ്സിന്റെ അഡക്ഷൻ. ഫിംഗേഴ്സിന്റെ അഡക്ഷൻ. ഓക്കെ, ഇത് ലാറ്ററൽ തേർഡ് ഡിജിറ്റിന്റെ അബ്ഡക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. തമ്പ് അതിന്റെ തൊട്ടിപ്പുറത്തെ ആ മൂന്ന് വിരലുകളുടെ അബ്ഡക്ഷൻ. ഇത് തമ്പിന്റെ അബ്ഡക്ഷൻ ആണ്. മിഡ് ലൈനിന്റെ അടുത്തേക്കല്ലേ? തമ്പിന്റെ അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ തമ്പ് നമ്മുടെ ഹാൻഡിന്റെ അവിടെ നിന്ന് ബോഡിയുടെ അടുത്തേക്ക് ചൂണ്ടുന്നതാണ് തമ്പിന്റെ അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. തമ്പിന്റെ അഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹാൻഡിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് തമ്പിന്റെ അഡക്ഷൻ. ഇത് റിസ്റ്റിന്റെ അബ്ഡക്ഷൻ ആണ്. തിരിച്ചടുത്തോട്ട് കൊണ്ടുവരുന്നത് അഡക്ഷൻ. ഇത് ഏതാണ് മൂവ്മെന്റ്? സർക്കംഡക്ഷൻ. സർക്കംഡക്ഷൻ. ഇത് ഏതാണ്? മിഡ് ലൈനിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോവാണ് റൊട്ടേറ്റ് ചെയ്തിട്ട്. ഇത് ലാറ്ററൽ റൊട്ടേഷൻ ആണ്. പുറത്തേക്ക് മൂവ് ചെയ്യിക്കുന്നത് ലാറ്ററൽ റൊട്ടേഷൻ. ഈ മിഡ് ലൈനിന്റെ അകത്തേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ മീഡിയൽ റൊട്ടേഷൻ ആണ്. ലാറ്ററൽ റൊട്ടേഷൻ. തിരിച്ചത് അകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മിഡ് ലൈനിന്റെ അടുത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണിത് മീഡിയൽ റൊട്ടേഷൻ.
ഹിപ്പ് ജോയിന്റിനും നമ്മൾ ഈ ഷോൾഡറിന് പറഞ്ഞ പോലെ തന്നെ ഇത് ഏതാണ് മൂവ്മെന്റ്? പറയാമോ ഇത് ഏതാണ്? ലാറ്ററൽ റൊട്ടേഷൻ ആണോ? ലാറ്ററൽ റൊട്ടേഷൻ ആണ്, ഹിപ്പിന്റെ ലാറ്ററൽ റൊട്ടേഷൻ. ഹിപ്പിൽ നമ്മൾ ഷോൾഡറിന് പറഞ്ഞ പോലെ തന്നെ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ അതെല്ലാം പറ്റും. അതുപോലെ അഡക്ഷൻ, അബ്ഡക്ഷൻ ആ മൂവ്മെന്റ് എല്ലാം ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ലാറ്ററൽ റൊട്ടേഷൻ ആണ്. മിഡ് ലൈനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ലാറ്ററൽ സൈഡിലേക്ക്. ഇത് ഏതാണ് മൂവ്മെന്റ്? മീഡിയൽ റൊട്ടേഷൻ. ഹിപ്പിന്റെ മീഡിയൽ റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ മൂവ്മെന്റ് എല്ലാം ക്ലിയർ ആണോ? Yes, ma'am. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യൂ. ദ ടേംസ് പോസ്റ്റീരിയർ, ഇപ്സിലാറ്ററൽ ആൻഡ് സുപ്പൈൻ മീൻസ്. പോസ്റ്റീരിയർ എന്താണ്, ഇപ്സിലാറ്ററൽ എന്താണ്, സുപ്പൈൻ എന്താണ്? ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? വായിക്കണം. പോസ്റ്റീരിയർ എന്താണ്? പോസ്റ്റീരിയർ dorsal, Dorsal. അല്ലേ? ഇപ്സിലാറ്ററൽ എന്താണ്? സെയിം സൈഡ്. സെയിം സെയിം സൈഡ്. ഓക്കെ. സുപ്പൈൻ എന്താണ്? സുപ്പൈൻ എങ്ങനെ കിടക്കുന്നതാണ്? Lying on back. ലെറ്റിംഗ് ഓൺ ബാക്ക്. ബാക്ക്. അതെ, മലർന്ന് കിടക്കുന്നതാണ് സുപ്പൈൻ, കമന്ന് കിടക്കുന്നതാണ് പ്രോൺ പൊസിഷൻ എന്ന് പറയുന്നത്. സോ അപ്പം പോസ്റ്റീരിയർ മീൻസ് ഡോഴ്സൽ, ഇപ്സിലാറ്ററൽ സെയിം സൈഡ്, സുപ്പൈൻ മീൻസ് ലൈങ് ഓൺ ബാക്ക്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് കോഡൽ ഈസ് എ ഡയറക്ഷണൽ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ്. കോഡൽ എന്ന് വെച്ചാൽ എന്താണ്? കോഡൽ. കോഡൽ കോഡൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെൻട്രൽ, ഡോഴ്സൽ ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? വെൻട്രൽ എന്താണ്? വെൻട്രൽ ഫ്രണ്ട്. അതെ, ആന്റീരിയറിന്റെ തന്നെ വേറൊരു ടേമാണ് വെൻട്രൽ. അതുപോലെ പോസ്റ്റീരിയറിന്റെ തന്നെ സെയിം മീനിങ്ങിൽ വരുന്നതാണ് ഡോഴ്സൽ. വെൻട്രൽ ഫ്രണ്ടും ഡോഴ്സൽ ബാക്കും ആയിട്ടാണ് വരുന്നത്. ഇനി അതുപോലത്തെ രണ്ട് ടേംസ് ആണ് സെഫാലിക്കും കോഡലും. സെഫാലിക് മീൻസ് നമ്മുടെ ഹെഡ് എൻഡിന്റെ ഹെഡ് എൻഡിനെയാണ് സെഫാലിക് അല്ലെങ്കിൽ ക്രേനിയൽ പോർഷൻ എന്ന് പറയുന്നത്. തിരിച്ച് ടെയിൽ എൻഡിനെയാണ് കോഡൽ എന്ന് പറയുന്നത്. സോ സെഫാലിക് ഹെഡ് എൻഡും കോഡല് ടെയിൽ എൻഡും ആണ്. ഇനി ആൻസർ പറയാമോ? ടുവേഴ്സ് ദ ഹെഡ് ആണോ, എവേ ഫ്രം ദ ഹെഡ് ആണോ, ടുവേഴ്സ് ദ മിഡ് ലൈൻ ആണോ, എവേ ഫ്രം the head. Away from the head. എവേ ഫ്രം ദ ഹെഡ്. ടുവേഴ്സ് ടെയിൽ അല്ലേ, അപ്പോൾ എവേ ഫ്രം ദ ഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനാറ്റമിക്കൽ പ്ലെയിൻ ദാറ്റ് ഡിവൈഡ് ദ ബോഡി ഇൻടു ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. Median. മീഡിയൻ. മീഡിയൻ പ്ലെയിൻ ആണോ? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്ലെയിൻ ഏതാണ്? ഹൊറിസോണ്ടൽ. Horizontal plane. Next question. Hand is located at the dash end of the forearm. Proximal ആണോ, distal ആണോ, medial ആണോ? Distal. Distal ആണ്. Distal മീൻസ് അതിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കായിട്ട് വരുന്നത്. തൊട്ടടുത്തുള്ളതാണെങ്കിൽ നമ്മൾ എന്താ ടേം പറയാം? Proximal. പ്രോക്സിമൽ. ഇത്രയാണ് ബേസിക് അനാറ്റമിയിൽ നമുക്ക് നോക്കാനുള്ളത്. ക്ലിയർ ആണോ എല്ലാം? അടുത്ത പോർഷനിലേക്ക് പോകാം. യെസ് മാം. ഇനി നോക്കാനുള്ളത് സെൽ സ്ട്രക്ചർ ആണ്, ബേസിക് സ്ട്രക്ചർ ആണ്. സെൽസ് നിങ്ങൾ ഫിസിയോളജി ക്ലാസ് കഴിഞ്ഞല്ലേ അല്ലേ? Yes, ma'am. യെസ് മാം. സെൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? സെല്ല്, ഓരോ ഓർഗനൈലേഴ്സ്, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ്. സോ അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. നമ്മളിവിടെ നോക്കുന്നത് സെല്ലിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ, അത് എന്തുകൊണ്ടാണ് സെൽ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനകത്ത് കാണുന്ന ഓർഗനൈലേഴ്സ് ഏതൊക്കെയാണ്,
ആ ഓർഗനൈസേഷന്റെ ഒരു ബേസിക് സ്ട്രക്ചർ, ജസ്റ്റ് അതിന്റെ ഫങ്ഷൻസും കൂടി ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താ? സെല്ലാണ്. ഫസ്റ്റ് സെല്ല് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹൂക്കാണ്. അങ്ങനെ ഒരു സെൽ തിയറി ഉണ്ട്. സെൽ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഷ്ലീഡൻ ഷാൻ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ്. അപ്പൊ ഈ സെൽ തിയറിയിൽ പറയുന്നത് എല്ലാ ലിവിങ് തിങ്സും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ്, ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഒരു സെല്ല് ഉണ്ടാകുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ്. അതായത് മുന്നേ ഉള്ള സെല്ലുകൾ ഡിവൈഡ് ചെയ്താണ് അടുത്തടുത്ത സെല്ലുകൾ ഉണ്ടാകുന്നത്. അതാണ് ഈ ഒരു സെൽ തിയറിക്കകത്ത് പറയുന്നത്. സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് സ്ലീഡനും ഷാനുമാണ്. സെൽ തിയറിയിൽ പറയുന്നത് എല്ലാ ലിവിങ് തിങ്സിനെയും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്മോളസ്റ്റ് വർക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. അതുപോലെ തന്നെ സെല്ല് ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ്. നമുക്ക് ബേസിക്കലി എത്ര ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഉള്ളത്? ജനറൽ ആയിട്ട് Two types. ടു ടൈപ്സ്, പ്രോക്യാരിയോട്സും യൂക്യാരിയോട്സും. പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? Nucleus. Unit cell. Without a definite nucleus. ന്യൂക്ലിയസ് ഇല്ലാത്തവർ അല്ലേ? ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തവരാണ് പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. അതിനൊരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഒക്കെ ഉള്ളവരാണ് യൂക്യാരിയോട്സ് എന്ന് പറയുന്നത്. സോ ഈ പ്രോക്യാരിയോട്സ് കൂടുതലായിട്ടും ഏത് ഓർഗാനിസത്തിലാണ് കാണുന്നത്? Bacteria. ബാക്ടീരിയ പോലുള്ള സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലാണ് കൂടുതലായിട്ടും കാണുന്നത്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലാണ് നമ്മുടെ യൂക്യാരിയോട്ടിക് സെൽസ് കാണുന്നത്. യൂഷ്വലി സൈസ് ഏതിനായിരിക്കും ചെറുത്? പ്രോക്യാരിയോട്ട് ആയിരിക്കും, യൂക്യാരിയോട്ട് ആയിരിക്കും? Prokaryote. പ്രോക്യാരിയോട്ട് ആയിരിക്കും അല്ലേ? ബാക്ടീരിയകളിലൊക്കെ കാണുന്ന സെൽസ് അല്ലേ, അപ്പൊ അത് അത്രയും ചെറുതായിരിക്കും. ദെൻ പ്രോക്യാരിയോട്ടിക് സെൽസിനെ സംബന്ധിച്ച് അതിന്റെ മെറ്റബോളിസത്തിന് ഓക്സിജൻ വേണമെന്നില്ല. പക്ഷേ യൂക്യാരിയോട്സിൽ മെറ്റബോളിസം നടക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് കൂടിയേ തീരും. ഇനി ഇതിനകത്ത് കാണുന്ന ഓർഗനലൈസ് എല്ലാം മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് കാണുന്നത്, അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് ഒരു മെംബ്രെയിൻ വെച്ച് കവർ ചെയ്ത് കൃത്യമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് യൂക്യാരിയോട്ടിക് സെല്ലിലായിരിക്കും. ഈ പ്രോക്യാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ അതിന്റെ ഓർഗനലൈസ് എല്ലാം ഇങ്ങനെ ഷഫിൾ ചെയ്ത് കിടക്കുമായിരിക്കും, മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. സോ അപ്പോൾ ഇതാണ് പ്രോക്യാരിയോട്ടിക് സെല്ലും യൂക്യാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. വിത്ത് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ളത് ആർക്കാണ്? Eukaryote. യൂക്യാരിയോട്ടിനാണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് എവിടെയാണ് കാണുന്നത്? സൈറ്റോപ്ലാസം. യൂക്യാരിയോട്സിൽ. പ്രോക്യാരിയോട്ടിലാണോ യൂക്യാരിയോട്ടിലാണോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലൈസ് കാണുന്നത്? യൂക്കാരിയോട്സ്. യൂക്യാരിയോട്സിലാണ്. യൂക്യാരിയോട്ടിക് സെൽസിലാണ്. ഓക്കെ. നമ്മൾ സെല്ലിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസിലേക്ക് കണക്കാണ്. സെല്ലിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസിൽ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ ആ സെല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തൊക്കെ ചേർന്നിട്ടാണ് ഒരു സെല്ല് ഫോം ചെയ്തിരിക്കുന്നത്, അതിനെല്ലാം കൂടി ചേർത്തിട്ട് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. എന്തൊക്കെ സബ്സ്റ്റൻസുകളെ ചേർന്നാണ് ഒരു സെല്ല് ഫോം ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പൊ പ്രോട്ടോപ്ലാസത്തിൽ എന്തൊക്കെ വരും എന്ന് നോക്കാം. വാട്ടർ ഉണ്ട്, 70-80% വാട്ടർ ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ദെൻ ഇലക്ട്രോലൈറ്റ് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫേറ്റ്, ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, ഇങ്ങനത്തെ ഇലക്ട്രോലൈറ്റ്സ്. ഇവർ ഇത്രയും കൂടെ ചേർത്ത് കളക്റ്റീവ്ലി നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു സെല്ലായിട്ട് മാറുന്നത്. നമ്മൾ സെല്ലിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഒരു സെല്ല് എടുക്കുമ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ എല്ലാം കൂടെ നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു. ഇനി അതിനുള്ളിലേക്ക് പോകുമ്പോൾ സെല്ലിനെ കവർ ചെയ്തിട്ടൊരു മെംബ്രെയിൻ കാണാൻ പറ്റും, അതിന് നമ്മൾ സെൽ മെംബ്രെയിൻ എന്ന് പറയും. ഈ സെൽ മെംബ്രെയിൻ്റെയും അകത്തേക്ക് പോകുമ്പോഴാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ജെൽ കണക്കുള്ള ഒരു ഏരിയ ഉണ്ട്. അതിനകത്താണ് ഓരോ ഓർഗനലൈസ്, സെല്ലിനകത്ത് കാണുന്ന ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഓർഗനലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിലാണ് ഈ ഓർഗനലൈസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് ന്യൂക്ലിയസ് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ
വരുന്നത് ന്യൂക്ലിയസിനകത്താണ്. ജനറ്റിക് മെറ്റീരിയലാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. നമ്മുടെ ബോഡി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ നിർണ്ണയിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. അത് സെൻട്രൽ പോർഷനിലായിട്ട് കാണും ഒരു സെല്ലിന്റെ. സോ അപ്പോൾ ഒരു സെല്ലിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് കവറിങ് ആയിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിനുള്ളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു എന്താ പറയാ, ഒരു ജെൽ കണക്കുള്ള ഒരു ഫ്ലൂയിഡ്, അത് സൈറ്റോപ്ലാസം എന്ന് പറയും. അതിന്റെ സെന്ററിൽ ന്യൂക്ലിയസ്, ദെൻ അതിന് ചുറ്റുമായിട്ട് ഓർഗനല്ലേസ് കിടപ്പുണ്ട്. അപ്പോൾ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ്സ് ഓർഗനല്ലേസ്, ദെൻ ന്യൂക്ലിയസ്. ഇത്രയാണ് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. then ഓരോരുത്തരെ 1 by 1 ആയിട്ട് നോക്കാം. സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന് എത്ര ലെയേഴ്സ് ആണുള്ളത്? സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെല്ലിന്റെ മൊത്തത്തിലുള്ള കവറിംഗ് ആണ്. എഗെയിൻ ഈ മെംബ്രെയിൻ എത്ര ലെയർ ചേർന്നിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഡബിൾ ലെയർഡ് ആണ് അല്ലേ? ഡബിൾ ലെയറിൽ ലിപ്പിഡ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ നമ്മൾ ബൈ ലിപ്പിഡ് ലെയർ എന്ന് പറയും സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ബൈ ലിപ്പിഡ് ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ എന്ന് പറയും. അതായത് 2 ലെയറിലായിട്ട് ലിപ്പിഡ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനിടയിലായിട്ട് പ്രോട്ടീൻ മോളിക്യൂൾസിനെ വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ബൈ ലിപ്പിഡ് ലെയർ ആണ് എംബഡഡ് വിത്ത് പ്രോട്ടീൻസ്. അപ്പൊ ആ ഇടയ്ക്കിരിക്കുന്ന പ്രോട്ടീൻസിനെ പറയുന്ന പേരാണ് ഈ ഇന്റഗ്രൽ പ്രോട്ടീൻസ്, പെരിഫറൽ പ്രോട്ടീൻസ് എന്നൊക്കെ പറയുന്നത്. ഇത് എലാസ്റ്റിക് ആയിട്ടുള്ള പ്ലയബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സെല്ലിനെ എൻവലപ്പ് ചെയ്ത് കാണുന്നതാണ് സെൽ മെംബ്രെയിൻ. സോ സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ മെംബ്രെയിന്റെ ഫംഗ്ഷൻ Structure provided. Exchange of gas. പ്രൊട്ടക്ഷൻ, സെലക്റ്റീവ് പ്രൊട്ടക്ഷൻ, ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, Selective permeability. സെലക്റ്റീവ് പെർമിയബിലിറ്റി. അതായത് ആവശ്യമുള്ള അയോൺസിനെ മാത്രം അകത്തേക്ക് കടത്തിവിടുക, അതുപോലെ തന്നെ പുറത്തേക്ക് കളയുന്നതും സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം പുറത്തേക്ക് കളയുക. അത്രയാണ് സെൽ മെംബ്രെയിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ സൈറ്റോപ്ലാസത്തിലേക്ക് കയറുകയാണ്. സെൽ മെംബ്രെയിനിൽ നിന്ന് ഉള്ളിലേക്ക് കയറി ഇപ്പൊ സൈറ്റോപ്ലാസത്തിലാണ്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഒരു തിക് ജെൽ ലൈക്ക് സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് മെറ്റീരിയൽ ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈറ്റോപ്ലാസം നമുക്ക് ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കാണാൻ പറ്റുന്നതാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഒരു ജെൽ ലൈക്ക് സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിനകത്താണ് ഈ ഓർഗനല്ലേസ്, ന്യൂക്ലിയസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഓർഗനല്ലേസിന് അറേഞ്ച് ചെയ്തിരിക്കുമ്പോഴും സൈറ്റോപ്ലാസത്തിന്റെ പോർഷൻ, ഓർഗനല്ലേസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരുന്ന സൈറ്റോപ്ലാസത്തിന്റെ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ഓർഗനല്ലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സൈറ്റോപ്ലാസത്തിന്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഓർഗനല്ലേ ഉണ്ടായിരിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് കാണാൻ പറ്റും, ഓരോന്നിന്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് സൈറ്റോപ്ലാസത്തിന്റെ പോർഷൻസ് കാണുന്നില്ലേ? ഇവർ അടുപ്പിച്ചടുപ്പിച്ചല്ലോ, ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും ഓർഗനല്ലീസ് കാണുന്നത്. അപ്പൊ ആ ഗ്യാപ്പിലുള്ള ആ സൈറ്റോപ്ലാസത്തിന്റെ പോർഷനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ അതിൽ സൈറ്റോസോളും വരുന്നുണ്ട്, ഓർഗനല്ലീസും വരുന്നുണ്ട്, സെൽ ഓർഗനല്ലീസും വരുന്നുണ്ട്. സൈറ്റോസോൾ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിന്റെ പോർഷൻ തന്നെയാണ്. ഓർഗനല്ലീസ് കാണാത്ത ആ പോർഷനെയാണ് നമ്മൾ സൈറ്റോസോൾ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് പോർഷൻ അങ്ങനെയല്ലേ? ഹലോ, എന്തോ? സൈറ്റോസോൾ പറയുന്നത് ഫ്ലൂയിഡ് പോർഷൻ. അതെ, ഫ്ലൂയിഡ് പോർഷൻ തന്നെയാണ്. ഹലോ, ഓക്കെ. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് തന്നെയാണ്. അതിന്റെ ഒരു പാർട്ടാണ് ഈ സൈറ്റോസോൾ എന്ന് പറയുന്നത്. ഓർഗനല്ലയുടെ തൊട്ടടുത്ത് വരുന്ന പോർഷൻ, അല്ലെങ്കിൽ ഒരു ഓർഗനല്ലേ കാണാത്ത പോർഷൻ, അതാണ് സൈറ്റോസോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഓരോ ഓർഗനല്ലേസ് ആയിട്ട് നോക്കാം. ഓർഗനല്ലേസ് ഏതൊക്കെയാണ്? ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺട്രിയ, സെൻട്രോസോം, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പെറോക്സിസോംസ് ആൻഡ് വാക്യൂൾസ്. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, ഗോൾഗി അപ്പാരറ്റസ്, പെറോക്സിസോംസ് ആൻഡ് വാക്യൂൾസ്. ദെൻ ഓരോ ഓർഗനല്ലേസും ഈ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അതായത് നമ്മുടെ സെല്ല് ഓൾറെഡി ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. പിന്നെ അതിനകത്ത് കാണുന്ന ഓരോ ഓർഗനല്ലേസ്, ഓരോ സ്ട്രക്ചേഴ്സിനും
സെപ്പറേറ്റ് ആയിട്ട് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടായിരിക്കും കാണുന്നത്. ഓർഗനലൈസ് എല്ലാം മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് കാണുന്നത്. സോ അപ്പോൾ ഓരോ ഓർഗനലൈസ് ആയിട്ട് ഇനി നോക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ വേറൊരു പേര് പവർ ഹൗസ്. ഹൗസ് ഓഫ് സെൽ. പവർ ഹൗസ് ഓഫ് സെൽ. ഓക്കെ, അപ്പൊ മൈറ്റോകോൺട്രിയ നമ്മൾ നോക്കുമ്പോൾ മൈറ്റോകോൺട്രിയക്ക് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, അതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് സ്പേസ് ഉണ്ട്. ദെൻ അതിനകത്തേക്ക് കയറുമ്പോഴും ചെറിയ ചെറിയ ഫോൾഡിങ്സ് കാണാൻ പറ്റും. ഓക്കെ, ഒരു ഔട്ടർ മെംബ്രെയിൻ കാണുന്നുണ്ടോ? ആ ഒരു ബ്രൗൺ ഷെയ്ഡിൽ, നല്ല ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിൽ കാണുന്നതാണ് ഔട്ടർ മെംബ്രെയിൻ. അതിനുള്ളിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ഇന്നർ മെംബ്രെയിൻ. ആ ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് കാണുന്നത്. ആ ഫോൾഡ് ചെയ്ത് കാണുന്ന ഇന്നർ മെംബ്രെയിനെയാണ് ക്രിസ്റ്റേ. ആ ഫോൾഡിങ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ദെൻ അതിന്റെ ഇന്റീരിയർ, ക്രിസ്റ്റയുടെ ഇന്റീരിയറിന് പറയുന്ന പേരാണ് മെട്രിക്സ്. അതിന്റെ ഉൾഭാഗത്തിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, അതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് സ്പേസ് ഉണ്ട്. ദെൻ ആ ഇന്നർ മെംബ്രെയിൻ്റെ ഫോൾഡിങ്സ്, ഇന്റർ മെംബ്രെയിൻ ഫോൾഡ് ചെയ്തായിരിക്കും കാണുന്നത്. ആ ഫോൾഡിങ്സിന് പറയുന്ന പേരാണ് എന്താണ്? ആ ഫോൾഡിങ്സിന് പറയുന്ന പേര് ക്രിസ്റ്റേ എന്ന് പറയും. ദെൻ അതിന്റെ ഇന്റീരിയർ, ക്രിസ്റ്റയുടെ ഇന്റീരിയർ അല്ലെങ്കിൽ ക്രിസ്റ്റയുടെ അകത്തെ ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് മെട്രിക്സ്. മെട്രിക്സ്. ഓക്കെ, അപ്പൊ മെയിൻ ഫംഗ്ഷൻ എന്താണ് മൈറ്റോകോൺട്രിയയുടെ? എനർജി പ്രൊഡക്ഷൻ. എനർജി പ്രൊഡക്ഷൻ ആണ് അല്ലേ? പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലേ? അപ്പോൾ എനർജി പ്രൊഡക്ഷൻ ആണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എനർജി പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ എനർജി ട്രാൻസ്ഡക്ഷൻ ത്രൂ റെസ്പിറേഷൻ, പിന്നെ തെർമോജനസിസ് ഉണ്ട്. ഒരു എനർജി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻസ് ആണ് മൈറ്റോകോൺട്രിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയുടെ ആ ഒരു പാർട്സ് ഏതൊക്കെയാണ്, ദെൻ അതിൻ്റെ ഫങ്ഷൻസ്. ഇനി അടുത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ നമ്മൾ സൈറ്റോപ്ലാസത്തിൽ ചെറിയ ട്യൂബുലാർ നെറ്റ്വർക്ക് പോലെ കാണുന്നതാണ് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഫിഗറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? സോ അപ്പോൾ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് മൈറ്റോകോൺട്രിയ പറഞ്ഞു, അതിന് ശേഷം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ ഇതുപോലെ ട്യൂബുലർ ആയിട്ട് നെറ്റ്വർക്ക് ആയിട്ട് കാണുന്ന ഒരു പാർട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എത്ര ടൈപ്പ് ഉണ്ട്? എൻഡോപ്ലാസ്മിക് 2 ടൈപ്പ്. ഏതൊക്കെയാണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ അപ്പോൾ റഫിന്റെ ഫംഗ്ഷൻ എന്താ, സ്മൂത്തിന്റെ ഫംഗ്ഷൻ എന്താ? റഫ് പ്രോട്ടീൻ സിന്തസിസ്. സ്മൂത്ത് സ്മൂത്ത് ലിപ്പിഡ്സ് ആണ് അല്ലേ? റഫിനെ സ്മൂത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്തിന്റെ പ്രസൻസാ? റൈബോസോം. റൈബോസോംസ്. ഓക്കെ, അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് റൈബോസോംസ് കാണുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ്, പ്രോസസ്സിങ്, പാക്കേജിംഗ് ഒക്കെയാണ് RERന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് സ്മൂത്തിലാണെങ്കിൽ റൈബോസോംസ് ആബ്സെന്റ് ആണ്. അത് ലിപ്പിഡ്സ് അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ ഒക്കെ സൈക്ലിക് സിന്തസിസ്. സ്മൂത്തിന്റെ ഫംഗ്ഷൻ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സും അതുപോലെ സ്റ്റിറോയിഡ് ഹോർമോൺസും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെയിനായിട്ടും കാണുന്നത് ലിപ്പിഡ് ഫോമിംഗ് സെൽസ്, അതായത് അഡിപ്പോസൈറ്റ്സ്, ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ടെസ്റ്റിസ്, ഗ്ലൈക്കോജൻ സ്റ്റോറിംഗ് സെൽസ് ഇൻ ലിവർ, അഡ്രിനൽ കോർട്ടെക്സ് സെൽസ്, മസിൽ സെൽസ്, ലിപ്പോസൈറ്റ്സ്, അങ്ങനെ ലിപ്പിഡ് ആവശ്യമായിട്ട് വേണ്ട സെൽസിലായിരിക്കും കൂടുതലായിട്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ പ്രോട്ടീൻ ഫോമിംഗ് സെൽസിലായിരിക്കും. പാൻക്രിയാറ്റിക് അസിനർ സെൽസ്, ഗോബ്ലറ്റ് സെൽസ്, ആന്റിബോഡി പ്രൊഡ്യൂസിംഗ് പ്ലാസ്മ സെൽസ്, നിസൽസ് ഗ്രാന്യൂള്, നെറസ് സെൽസ്, ഇവിടെയൊക്കെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെയിനായിട്ട് കാണുന്നത്. സോ അപ്പോൾ അവർ റൈബോസോംസ് എവിടെയാണ് കാണുന്നത്, അതുപോലെ ഇവർ രണ്ടുപേരുടെയും ഫംഗ്ഷൻ എന്താണ്, അത് ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക. ഫങ്ഷൻസ് ആസ് എ ഹോൾ പറയുമ്പോൾ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്, പ്രോട്ടീൻ്റെ സെഗ്രിഗേഷൻ, അതുപോലെ തന്നെ അൺസാച്ചുറേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ്, മസിൽ കോൺട്രാക്ഷൻ, ഇതൊക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷനകത്ത് വരുന്നതാണ്.
അടുത്ത ഓർഗനല്ലി എന്ന് പറയുന്നത് ഗോൾഗി ബോഡീസ് ആണ്. ഗോൾഗി ബോഡീസ് അഗെയിൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് ചേർന്ന് കാണുന്ന പാർട്ടാണ് ഗോൾഗി ബോഡീസ് എന്ന് പറയുന്നത്. ഗോൾഗി ബോഡീസിന്റെ ഫംഗ്ഷൻ എന്താണ്? Packaging and delivering of lipid എൻഡോപ്ലാസ്മിക് proteins. റെറ്റിക്കുലം സിന്തസൈസ് ചെയ്ത് പ്രോട്ടീൻസിനെ പാക്ക് ചെയ്ത് വേണ്ടപ്പോൾ അത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾഗി ബോഡീസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആക്ടിങ് ആൻഡ് പാക്കേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെല്ലാണ് ഗോൾഗി അപ്പാരറ്റസ്. ഇനി നെക്സ്റ്റ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലർ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണുന്ന റൈബോസോംസ്. റൈബോസോംസിന്റെ ഫംഗ്ഷൻ ആണ് ശരിക്കും പ്രോട്ടീൻ സിന്തസിസ്. അതായത് എങ്ങനെ സിന്തസൈസ് ചെയ്യണം, എന്തൊക്കെ വെച്ച് സിന്തസൈസ് ചെയ്യണമെന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. റൈബോസോം പറയുന്ന മാതിരി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസ് ചെയ്യും. സിന്തസൈസ് ചെയ്തിട്ട് ആരുടെ കയ്യിലേക്ക് കൊടുക്കും? പാക്ക് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഗോൾഗി അപ്പാരറ്റസിന്റെ കയ്യിലേക്ക് കൊടുക്കും. അത് ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യും. അതാണ് പ്രോട്ടീൻ സിന്തസിസിന്റെ ആ ഒരു ഇത് സെല്ലിൽ നടക്കുന്നത്. അപ്പോൾ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് തന്നെയാണ് റൈബോസോംസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതാണ് റൈബോസോം എന്ന് പറയുന്ന ഓർഗനല്ലേ. ഇതിൽ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഓരോ ഓർഗനലീസും വീണ്ടും മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ഓർഗനല്ലെയാണ് റൈബോസോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലൈസോസോം. ലൈസോസോമിന് പറയുന്ന വേറൊരു പേരെന്താ? സൂയിസൈഡൽ ബാഗ് എന്നാണ് പറയുന്നത്. ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് കാണുന്നത്. എഗെയിൻ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടാണ് ലൈസോസോം കാണുന്നത്. അപ്പം ലൈസോസോം എന്ത് ചെയ്യും? ചില എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ എൻസൈംസ് ആണ് നമ്മുടെ സെല്ലിനുള്ളിലേക്ക് കയറിയ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് വരുന്ന സബ്സ്റ്റൻസിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നത് ലൈസോസോംസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ എന്ന് പറയുന്നത്. സെല്ല്, അതായത് സ്വന്തം സെല്ലിനെ തന്നെ നശിപ്പിച്ച് കളയും. സെല്ല് ഡാമേജ് ആവുന്ന സമയത്ത് ലൈസോസോം ബേസ്റ്റ് ചെയ്യും. ലൈസോസോം പൊട്ടിയിട്ട് അതിൽ നിന്ന് എൻസൈംസ് പുറത്തേക്ക് വരും. ഈ എൻസൈംസ് സ്വന്തം സെല്ലിനെ തന്നെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ആ സെല്ല് ഡാമേജ് ആകുമ്പോൾ ലൈസോസോം അവിടെ ആക്റ്റീവായിട്ട് ബേസ്റ്റ് ചെയ്ത് എൻസൈംസിനെ റിലീസ് ചെയ്യും. ഈ എൻസൈംസ് ആ സെല്ലിനെ നശിപ്പിച്ച് കളയും. സോ ഇറ്റ് ഈസ് കോൾഡ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ. ഒരു വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ലൈസോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ, ഓട്ടോഫേജി, ഓട്ടോലൈസിസ്, ഹെറ്ററോഫേജി. ഓട്ടോഫേജി, ഓട്ടോലൈസിസ് എന്ന് പറയുന്നത് സ്വന്തം ആ ലൈസോസോം ഉള്ള സെല്ലിനെ തന്നെ നശിപ്പിച്ച് കളയുന്നതിന് പറയുന്ന പേരാണ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് ഓർഗനല്ലി എന്ന് പറയുന്നത് പെറോക്സിസോംസ് ആണ്. ഇപ്പോൾ പെറോക്സിസോംസ് ലൈസോസോമിന് മാതിരി തന്നെയാണ് കാണാനായിട്ടും. അപ്പോൾ അവരുടെ ഫംഗ്ഷനും ഏകദേശം സിമിലർ ആണ്. അതായത് ഈ ടോക്സിക് സബ്സ്റ്റൻസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് പെറോക്സിസോംസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പെറോക്സിസോംസും ലൈസോസോംസും കാണാനും ഏകദേശം സിമിലർ ആണ്, ഫംഗ്ഷനും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻസ് എന്താ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവർ റിലീസ് ചെയ്യുന്ന എൻസൈംസ് വ്യത്യാസമുണ്ട്. അതായത് എൻസൈംസ് റിലീസ് ചെയ്തിട്ടാണല്ലോ ആ ടോക്സിക് സബ്സ്റ്റൻസിനെ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഇവർ റിലീസ് ചെയ്യുന്ന എൻസൈംസ് വ്യത്യാസമുണ്ട്. പെറോക്സിസോംസ് റിലീസ് ചെയ്യുന്ന ഓക്സിഡൈസ് കാറ്റഗറിയിൽ പെട്ട എൻസൈംസ് ആണ്. ലൈസോസോംസ് റിലീസ് ചെയ്യുന്നത് ഹൈഡ്രോലൈസ് കാറ്റഗറിയിൽ പെട്ട എൻസൈംസ് ആണ്. സോ അപ്പം പെറോക്സിസോം ഓക്സിഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വഴിയാണ് ഈ സബ്സ്റ്റൻസിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നത്. മറ്റേത് ഹൈഡ്രോലേഷൻ, അതായത് വാട്ടർ മോളിക്യൂൾ ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. കെമിക്കൽ റിയാക്ഷൻസിലേക്കൊന്നും പോകണ്ട, ആ എൻസൈംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പെറോക്സിസോംസിൽ ഓക്സിഡൈസ് എൻസൈംസ് ആണ് വരുന്നത്. ആ എൻസൈം ആണ് അവിടെ ടോക്സിക് സബ്സ്റ്റൻസുകളെ നശിപ്പിക്കുന്നത്. ലൈസോസോമിലാണെങ്കിൽ ഹൈഡ്രോലൈസ് എൻസൈം ആണ് വരുന്നത്. ഹൈഡ്രോലൈസ് എൻസൈംസ് ആണ് ലൈസോസോമിന്റെ നിന്നും വന്നിട്ട് ടോക്സിക് സബ്സ്റ്റൻസുകളെ നശിപ്പിക്കുന്നത്. ഇനി ഇവരുടെ ഒറിജിൻ തമ്മിലും ഡിഫറൻസ് ഉണ്ട്. പെറോക്സിസോം ആണെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് മാറിയിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു പോർഷൻ അതിൽ നിന്ന് വിട്ടു മാറിയിട്ടാണ് ഈ പെറോക്സിസോംസ് ഫോം ചെയ്യുന്നത്. അതേസമയം ലൈസോസോംസ് ആണെങ്കിൽ ഗോൾഗി അപ്പാരറ്റസിന്റെ ഒരു പോർഷനിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്.
സോ അപ്പോൾ പെറോക്സിസോം ആയാലും ലൈസോസോം ആയാലും ടോക്സിക് സബ്സ്റ്റൻസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആ സെല്ലിനകത്ത് നിന്നിട്ട് അവർ ചെയ്യുന്ന ഫംഗ്ഷൻ. പക്ഷെ അവർ തമ്മിലുള്ള ഡിഫറൻസ്, പെറോക്സിസോംസ് എവിടെ നിന്നാണ് വരുന്നത്? Endoplasmic reticulum. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് ഒറിജിൻ വരുന്നത്. ലൈസോസോംസ് ആണെങ്കിൽ Golgi apparatus. ഗോൾഗി അപ്പാരറ്റസ് എന്നാണ്. പിന്നെ അവർ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്സിഡൈസ് എൻസൈം ആരാണ് റിലീസ് ചെയ്യുന്നത്? Peroxisome. പെറോക്സിസോംസ് ആണ്. ഹൈഡ്രോലൈസ് എൻസൈം ആരാണ് റിലീസ് ചെയ്യുന്നത്? Lysosome. ലൈസോസോംസ് ആണ്. ഓക്കെ. ഇനി സൈറ്റോസ്കെലിറ്റൻ. അപ്പൊ നമ്മൾ മൈറ്റോകോൺട്രിയ പറഞ്ഞു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു, ഗോൾഗി അപ്പാരറ്റസ് പറഞ്ഞു, റൈബോസോംസ് പറഞ്ഞു, ലൈസോസം, പെറോക്സിസം. നെക്സ്റ്റ് ഓർഗനലിലെ എന്ന് പറയാൻ പറ്റില്ല, അടുത്തൊരു പാർട്ട് സൈറ്റോസ്കെലിറ്റൻ. സൈറ്റോസ്കെലിറ്റൻ ആ ഒരു പേര് പോലെ തന്നെ ആ സെല്ലിന്റെ സ്കെലിറ്റൻ ആണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റം ഓഫ് Shape. ഫൈബേഴ്സ്. ഹലോ, എന്തെങ്കിലും പറഞ്ഞതാണോ? കുറെ ഫൈബേഴ്സ് ചേർന്നതാണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്നത്. ആ സെല്ലിനെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു നിവർത്തി നിർത്തുക എന്നുള്ളതാണ് സൈറ്റോസ്കെലിറ്റന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ഫൈബേഴ്സ് ദാറ്റ് നോട്ട് ഓൺലി മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ സെൽ ബട്ട് ഓൾസോ പെർമിറ്റ് ദ ചേഞ്ച് ഷേപ്പ് ആൻഡ് മൂവ്മെന്റ്. ഷേപ്പിൽ ചേഞ്ച് വരുത്തി. ഇപ്പൊ സെല്ലിന് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സൈറ്റോസ്കെലിറ്റന്റെ ഫൈബേഴ്സ് ആ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ മൂവബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയുന്ന സെല്ലിന്റെ സ്കെലിറ്റൻ എന്ന് നമുക്ക് പറയാം. അതിന്റെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ മൂവ്മെന്റ് പോസിബിൾ ആക്കുക. ഒരു ഷേപ്പിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് ആ ഒരു മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നത്. അത് രണ്ടുമാണ് സൈറ്റോസ്കെലിറ്റന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. സെല്ലിന്റെ മൂവ്മെന്റും അതിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സൈറ്റോസ്കെലിറ്റന്റെ ഫംഗ്ഷൻ. സൈറ്റോസ്കെലിറ്റൻ പ്രൈമറിലി മേഡപ്പ് ഓഫ്, അതായത് എന്തൊക്കെ സാധനങ്ങളാണ് സൈറ്റോസ്കെലിറ്റനകത്ത് ഉള്ളതെന്ന് നോക്കുക. മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഉണ്ട്, മൈക്രോ ഫിലമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ഫൈബേഴ്സ് ആണ്. ഈ മൈക്രോ ട്യൂബ്യൂൾസ്, അതുപോലെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്, മൈക്രോ ഫിലമെന്റ്സ് ഒക്കെ സൈറ്റോസ്കെലിറ്റന്റെ പാർട്സ് ആണ്. ചെറിയ ചെറിയ ഫൈബേഴ്സ് ആണ് ഇതെല്ലാം. ഫംഗ്ഷനകത്ത് മൂവ്മെന്റ് ഓഫ് ക്രോമസോംസ്, സെൽ മൂവ്മെന്റ്, then ഗ്രാന്യൂൾസിന്റെ സെക്രീഷൻ, മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻ വിത്തിൻ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ്റെ അകത്ത് സെല്ലിന്റെ മൂവ്മെന്റ് ഉണ്ട്, അതുപോലെ സെൽ മെംബ്രെയിൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ മൂവ്മെന്റ് പോസിബിൾ ആക്കുന്നത് സൈറ്റോസ്കെലിറ്റൻ ആണ്. അപ്പൊ സൈറ്റോസ്കെലിറ്റന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഷേപ്പ് Maintain structure of the cell. ചെയ്തിട്ട് മൂവ്മെന്റ്. മൂവ്മെന്റ്, ഷേപ്പ്, സ്ട്രക്ചർ, മൂവ്മെന്റ് ഒക്കെയാണ് സൈറ്റോസ്കെലിറ്റന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ന്യൂക്ലിയസ് ആ സെല്ലിന്റെ കോർ എന്ന് പറയല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ്. അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ എന്ത് പറയും? Eukaryote. യൂക്കാരിയോട്സ് എന്ന് പറയും. മോസ്റ്റ് പ്രോമിനന്റ് ഓർഗനലിലെ എന്ത് സെല്ലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. തന്നെ ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്ത് വരുന്ന ആ ഒരു സ്ട്രക്ചറിനെ, അതായത് ന്യൂക്ലിയസിന്റെ ഒരു കവറിങ് വരുമല്ലോ, അതിനെ പറയുന്ന പേരെയാണ് ന്യൂക്ലിയർ എൻവലപ്പ്. ഒരു ന്യൂക്ലിയസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിന്റെ ആവറേജ് ഡയമീറ്റർ എന്ന് പറയുന്നത് 6 മൈക്രോമീറ്റർ ആണ്. സെൽ വോളിയത്തിന്റെ ഒരു 10% മാത്രമാണ് ന്യൂക്ലിയസ് വരുന്നത്. ഈ ന്യൂക്ലിയസിന്റെ പാർട്സ് നോക്കുക. ന്യൂക്ലിയസിനൊരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. അതിനെ കവർ ചെയ്ത് വരുന്ന പോർഷനാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ അകത്തേക്ക് വരുന്നതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇത് രണ്ടും കവറിംഗ് ആണ് കേട്ടോ, ന്യൂക്ലിയർ എൻവലപ്പും ന്യൂക്ലിയർ മെംബ്രെയിനും. ദെൻ ന്യൂക്ലിയോലസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അല്ലേ. അപ്പൊ ന്യൂക്ലിയസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് തന്നെ ഈ ജനറ്റിക് മെറ്റീരിയലിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ഒരു ഹെറിഡിറ്ററി ഇൻഫർമേഷൻ അത് ന്യൂക്ലിയസിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ന്യൂക്ലിയസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്രോമസോംസ് ഉണ്ട്. ദെൻ ന്യൂക്ലിയസിന്റെ സൈറ്റോപ്ലാസത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. സോ അപ്പോൾ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ, അതിന്റെ പാർട്സ് ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ്, ക്രോമസോംസ് ആൻഡ് ന്യൂക്ലിയോപ്ലാസം.
ഓക്കെ, അപ്പൊ സെൽ ഓർഗനലീസും ഫങ്ഷൻസും ഒക്കെ ക്ലിയർ ആണോ? Yes, ma'am. യെസ് മാം. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഇങ്ങനെ സെല്ലിന്റെ പാർട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈന്റെ മെയിൻ ഫംഗ്ഷൻ സെൽ മെമ്പറൈൻ പ്രൊട്ടക്ഷൻ, ഡൈജഷൻ, പ്രൊട്ടക്ഷൻ ഉണ്ട്. പെർമിറ്റിവിറ്റി. അയോൺസിന്റെ ട്രാൻസ്പോർട്ട്, ഇതൊക്കെയാണ് സെൽ മെമ്പറൈന്റെ ഫംഗ്ഷൻ. സൈറ്റോസോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസം ആണ്. മെറ്റബോളിസം, സെൽ മെറ്റബോളിസം എവിടാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സൈറ്റോസോളിലാണ് സെൽ മെറ്റബോളിസം നടക്കുന്നത്. അടുത്ത മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എനർജി പ്രൊഡക്ഷൻ. എനർജി പ്രൊഡക്ഷൻ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ്, സ്റ്റീറോയിഡ്സ്. പ്രോട്ടീൻസ് ആരാണ്? റഫ് ആണോ സ്മൂത്ത് ആണോ? റഫ്. ലിപ്പിഡ്സ് സ്മൂത്ത്. ഓക്കെ. ഗോൾഗി അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് Modification and packing of proteins. പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. പാക്കേജ്. ലൈസോസോംസ് ടോക്സിക് സബ്സ്റ്റൻസിനെ ടോക്സിക് സബ്സ്റ്റൻസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ സെല്ലുലാർ ഡൈജഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെറോക്സിസോംസ് സെയിം സെയിം ടോക്സിക്. ഫംഗ്ഷൻ ആണ്. ഇവിടെ യൂട്ടിലൈസേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുത്തിരിക്കുന്നില്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് മോളിക്യൂൾ ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ പെറോക്സിസോംസിൽ ഏത് എൻസൈംസ് ആണ്? ഓക്സിഡേസ് ആണോ ഹൈഡ്രോളേസ് ആണോ? ഓക്സിഡേസ്. ഓക്സിഡേസ്. അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ യൂസ് ചെയ്തിട്ടാണ് ആ എൻസൈംസ് വർക്ക് ചെയ്യുന്നത്, ഓക്സിഡേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്ത സൈറ്റോസ്കെലിറ്റന്റെ ഫംഗ്ഷൻ സെൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, സെൽ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യാം. ന്യൂക്ലിയസ് ജനറ്റിക് മെറ്റീരിയലിന്റെ സിന്തസിസ്, റിപ്പയർ, അതിന് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ന്യൂക്ലിയസ് ആണ് അല്ലേ? ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിന്റെ സിന്തസിസ്, റിപ്പയർ ഒക്കെ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ എല്ലാം? യെസ് മാം. Yes, ma'am. Clear ആണ്. ഫിസിയോളജിയിൽ കവർ ചെയ്തുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡായിട്ട് പോയത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ പറയട്ടെ. Which organelle is responsible for the primary packaging of chemical that will be dispersed throughout the cell? Golgi apparatus. Golgi apparatus. Okay. The inside of the cell contains a jelly-like substance known as Cytoplasm. cytoplasm. Nucleoplasm എന്താ? Inside the nucleus. ന്യൂക്ലിയസിന് ന്യൂക്ലിയസിന്റെ സൈറ്റോപ്ലാസത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. Nucleus. Okay. Which organelle is involved in maintaining the cell shape, providing structural support? Cytoskeleton. Cytoskeleton. Okay. Which of the following is the cell's outermost boundary? Plasma membrane. Plasma membrane. ഏത് പ്ലെയിൻ ഓഫ് ഡിവിഷൻ ആണ്? Coronal plane. Coronal plane of division. Turning the sole of the foot medially, ഏതാണ് മൂവ്മെന്റ്? ഇൻവേർഷൻ. ഇൻവേർഷൻ. മീഡിയലി മൂവ് ചെയ്യാന്ന് വെച്ചാൽ സോള്, അതായത് നമ്മുടെ ഫൂട്ട് അകത്തേക്ക് മൂവ് ചെയ്യുന്നതാണ് അല്ലേ മീഡിയലി. സോ ആൻസർ ഇസ് ഇൻവേർഷൻ. Then medial movement towards midline. മിഡ്ലൈൻ്റെ അടുത്തേക്ക്.
അടക്ഷൻ adduction. Okay. Relating to the right and left side of the body or of a body structure, such as the right and left extremities. നമുക്ക് റൈറ്റും ലെഫ്റ്റും ഒന്നിച്ച് പറയണമെങ്കിൽ ഏത് ടേം യൂസ് ചെയ്യും? ബൈലാറ്ററൽ അല്ലേ? റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട് എങ്കിൽ നമ്മളത് ബൈലാറ്ററൽ എന്ന് പറയും. ഇപ്പൊ റൈറ്റ് ഷോൾഡറിലും വേദനയുണ്ട്, ലെഫ്റ്റ് ഷോൾഡറിലും വേദനയുണ്ടെങ്കിൽ ബൈലാറ്ററൽ ഷോൾഡർ പെയിൻ എന്ന് പറയും. പ്രത്യേകം പറയണ്ട, ബൈലാറ്ററൽ. ബൈ മീൻസ് ടു എന്ന് ആലോചിക്കുക. രണ്ട് സൈഡും കൂടെ ചേർത്ത് പറയണമെങ്കിൽ ബൈ എന്നുള്ള ടേം യൂസ് ചെയ്യാം, ബൈലാറ്ററൽ. യൂണിലാറ്ററൽ ആകുമ്പോൾ എന്തായിരിക്കും അന്നേരം? സിംഗിൾ സൈഡ്. ഒരു സൈഡ് വരുന്നതിനെ യൂണിലാറ്ററൽ എന്ന് പറയും. കോൺട്രാലാറ്ററൽ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്സിലാറ്ററൽ സെയിം സൈഡ്. സെയിം സൈഡ്. അടുത്ത റൊട്ടേറ്ററി മൂവ്മെന്റ് അറൌണ്ട് എ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഓഫ് എ ബോൺ എവേ ഫ്രം ദ മിഡ് ലൈൻ. റൊട്ടേറ്ററി എക്സ്റ്റേണൽ റൊട്ടേഷൻ. എക്സ്റ്റേണൽ റൊട്ടേഷൻ. എക്സ്റ്റേണൽ റൊട്ടേഷൻ അല്ലെങ്കിൽ വേറെ പേര് ലാറ്ററൽ റൊട്ടേഷൻ. ലാറ്ററൽ. മിഡ് ലൈനിൽ നിന്ന് ദൂരത്തേക്കല്ലേ? മിഡ് ലൈനോട് ചേർന്നുള്ളതാണ് മീഡിയല്, ദൂരത്തേക്കുള്ളതാണ് ലാറ്ററൽ. സോ അപ്പോൾ മിഡ് ലൈൻ എവേ ഫ്രം ദ മിഡ് ലൈൻ ആകുമ്പോൾ ലാറ്ററൽ റൊട്ടേഷൻ. ക്ലിയർ ആണോ എല്ലാം? യെസ് മാം.